ബിസിനസ് ആയിട്ട് വന്നേക്കാം. നമ്മുടെ ബിസിനസ് ഒക്കെ എന്ത് വേണം? ചെയ്യാൻ പറ്റും. അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ നാട്ടില് സുലഭമായിട്ട് കിട്ടുകയും വേണം. അങ്ങനെ ഒരു ബിസിനസ്. നിങ്ങൾ പൈസ മുടക്കണ്ട, അല്പം അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വന്നേക്കാണ്. നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്നത് എന്ന് നമ്മള് അത് ഉപയോഗിക്കാത്തത് ഒരുപാട് ഗുണങ്ങളുള്ളതായ ഒരു ഫ്രൂട്ട് നമ്മള് പൊടിച്ച് സൗന്ദര്യവർദ്ധക വസ്തു ഉണ്ടാക്കുന്നു. എന്താണ് നിങ്ങൾ തോന്നുന്നുണ്ടോ? വേറെ ഒന്നുമല്ല, നമ്മുടെ പപ്പായ, കപ്ലങ്ങ എന്നൊക്കെ പറയും. നമ്മുടെ പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. സൗന്ദര്യവർദ്ധക വസ്തു ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ഗുണമുള്ളതാണ്. ഇതെന്താണ് ഈ ഒരു ബിസിനസിന് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴം നമുക്ക് വേറെ ഒരു തരത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. ഈ പഴം വേറെ ഒരു കെമിക്കൽ ഇതാ നമ്മൾ ചേർക്കാനും പറ്റില്ല, കാരണം നമ്മൾ മുഖത്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് മുറിച്ച് ഉണങ്ങി പൊടിച്ച് പാക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. ഇപ്പൊ ആളുകളെല്ലാം ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും പഴുത്ത കപ്പളങ്ങ വാങ്ങിയോ വിളിച്ചോ മുഖത്ത് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ ഉണങ്ങി പൊടിച്ച് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നു. അപ്പൊ ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. 430 ഗ്രാം. അപ്പൊ നമ്മള് തുടങ്ങുകയാണ്. 430 ഗ്രാം പപ്പായ എടുത്തിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു തുടങ്ങാം. പപ്പായ ചെത്തുവാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ബ്യൂട്ടി എന്നതിലുപരി ഹെൽത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പൊ ഇത് പപ്പായ എന്ന എൻസൈമിന്റെ വലിയൊരു കലവറയാണ്. മാത്രമല്ല ഇതിനകത്ത് വൈറ്റമിൻ എ, ഇതിന്റെ ഒക്കെ നല്ല സോഴ്സ് ആണ് നമ്മുടെ പപ്പായ. നമ്മുടെ മുഖത്തിന്റെ കരിവാൾപ്പും വെയിൽ കൊള്ളുമ്പോൾ കരിവാൾപ്പില്ലേ, അത് മാറാനും പിന്നെ ഈ കരിമംഗലം എന്ന് പറയും അല്ലേ? അതെ, അത് പറയും. അതൊക്കെ വരുന്നതിന് നല്ലതാണ്. പിന്നെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടും. മുഖത്തൊരു വന്ന പാടുകളൊക്കെ കുറയാനും നല്ല ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ്. അപ്പൊ നമ്മളിത് പൊടിച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉപയോഗിക്കാം. അധികം പണം മുടക്കേണ്ട കാര്യമില്ല. നമുക്ക് തുടങ്ങാൻ പൈസ മുടക്കണ്ട. എല്ലാവരും ഉണ്ട്. ഇത് കപ്പളങ്ങ നന്നോണ്ടാകുന്ന സമയമാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് മിഷൻ ഇല്ലെങ്കിൽ വെയിലത്ത് തണലത്ത് വെച്ചിട്ട് ഉണങ്ങാം. ചെറിയ വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങി പൊടിച്ച് റെഡിയാക്കാം. നമ്മൾ അരിഞ്ഞ് നമ്മുടെ ഡീഹൈഡ്രേറ്ററിലേക്ക് വെക്കുവാണ്. ഇതാണ് നമ്മുടെ മിഷൻ ഡീഹൈഡ്രേറ്റർ. അപ്പൊ ഈ മിഷനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണ്ട ആവശ്യമുള്ളവരൊന്ന് നോക്കാവുന്നതാണ്. നല്ല പഴുത്ത കപ്പളങ്ങ തന്നെ തിരഞ്ഞെടുക്കണം. ചെനയൊന്നും പാടില്ല. പപ്പായ അതിനകത്ത് വെച്ചിട്ടുണ്ട്. മിഷൻ ഓണാക്കുവാണ്. 10 മണിക്കൂറാണ് 60 ഡിഗ്രി ചൂടിൽ. 10 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങി നല്ല സെറ്റായിട്ട് വരും. മിഷൻ ഓണായി. സംഭവം എല്ലാം ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നല്ല പൊരി ആയിട്ടുണ്ട്. ഇതാ പാക്ക് ചെയ്ത് നോക്കാം. കൂടുതലത്തേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുവാണ് എത്ര വേണ്ടത്. 400 ഗ്രാം പപ്പായാണ് എടുത്തത്. ഓൺലൈനിൽ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്. ഇത് നമ്മൾ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-20 ആളുകൾ അത് വാങ്ങിയാൽ മതി. അവരിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമുക്കിത് തുടക്കത്തിൽ വലിയ മുടക്കൊന്നുമില്ല. നിങ്ങൾ 75 ഗ്രാം ഉണ്ട്. 400 ഗ്രാം ഉണങ്ങിയാൽ 75 ഗ്രാം കിട്ടും. നമ്മൾ പൊടിച്ചെടുക്കുവാണ്. പൊടിഞ്ഞു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റാണിത്. പപ്പായ പൗഡർ, ഓറഞ്ച്. ഇനി നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കാം. നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പാക്ക് ചെയ്യാം. പപ്പായ കൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ പൊടി കൊണ്ട് നല്ല ഫ്രഷ് പപ്പായ കൊണ്ട് ഫേസ് പാക്ക് ആയി കാണിക്കുന്നുണ്ട്. പാക്ക് റെഡി ആയിട്ടുണ്ട്. തൂക്ക് നോക്കുവാണ്. 20-25 ഗ്രാം വീതം ആക്കിയിട്ടുണ്ട്. ബ്യൂട്ടി പാർലറുകളിലോ ബ്യൂട്ടി ക്ലിനിക്കുകളിലോ പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരാണ് നമ്മുടെ കസ്റ്റമർ. മുഖത്തെ കറുത്ത പാടുകൾ, കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പ്, ഇവയ്ക്കൊക്കെ പരിഹാരമാണ് ഈ പ്രൊഡക്റ്റ്. ഇതിനോട് ചേർക്കേണ്ടത് മുൾട്ടാനി മിട്ടി, പിന്നെ അല്ലെങ്കിൽ കടലപ്പൊടി. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് അതും കൂടി ഒരു ഫേസ് പാക്കായിട്ട് തന്നെ ചേർക്കാം. അല്ലെങ്കിൽ ഈ പൊടിയായിട്ട് ഇറക്കാനും കുഴപ്പമില്ല. ഇത് പാക്കായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടെയ്നറിലേക്ക് 2-3 പാക്കറ്റ് ഇട്ടിട്ട് അങ്ങനെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. താരൻ കുറയ്ക്കാൻ ഉപയോഗിക്കാം. പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടെ മുടി നിലനിൽക്കും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ പപ്പായ ഉണങ്ങി പൊടിച്ചാൽ മാത്രം മതി. അത് നമ്മൾ ഈ പൊടി ഉപയോഗിച്ചും നമ്മുടെ ഫ്രഷ് പപ്പായ ഉപയോഗിച്ചും ഫേസ് പാക്ക് ആക്കി മുഖത്തിട്ട് കാണിക്കുന്നതാണ്. മുഖത്തിൽ ഒരു ഭാഗത്ത് പൗഡർ ഇടുന്നു, ഒരു ഭാഗത്ത് ഫ്രഷ് പപ്പായ. നമുക്ക് നോക്കാം. നമ്മളെ പൊടി എടുത്തിട്ടുണ്ട്. പപ്പായ ഇടുന്നു. ഇതിനകത്ത് ചേർക്കേണ്ടത് മുൾട്ടാണി മിട്ടി അല്ലെങ്കിൽ 1 സ്പൂൺ കടലപ്പൊടി. നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ ഇതേപോലെയൊക്കെ പാക്ക് ആക്കി കൊടുക്കാം അല്ലേ? നല്ല ഗ്രാം അവർക്ക് വേണ്ട. ഇത് 20 ഗ്രാമാണ് ഒരു പാക്കറ്റിൽ വരുന്നത്.
20 ഗ്രാമിന്റെ പാക്കറ്റ് നാലഞ്ചെണ്ണുണ്ട്. അപ്പൊ ഇതിലൊരു പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ കടലപ്പൊടി ചേർക്കും. ഇത് ലൂസ് ആകുന്നതിന് വേണ്ടി ഒന്നുകിൽ പാലൊഴിക്കാം അല്ലെങ്കിൽ തൈര് ഒഴിക്കാം. നമ്മൾ പാലാണ് ഒഴിക്കുന്നത്. പപ്പായിൻ എന്ന എൻസൈം വേണ്ടോളം അടങ്ങിയ നമ്മൾ ഫ്രൂട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. മുഖം ഫേഷ്യൽ ചെയ്യുവാണ്. അതെ, പൊടിയും വിട്ടാനും വിട്ടി ഈ കണ്ണിന്റെ ഇവിടുത്തെ കറുപ്പ് ചെറിയ കരിവാളുപ്പ് ഒക്കെ പോകാൻ നല്ലതാണത്. പിന്നെ മുഖത്തിന് നല്ല തിളക്കം കിട്ടും. അതിനകത്ത് കറുപ്പ് ശരിയായിട്ട് ഇങ്ങനെ ഇരുന്ന് രണ്ട് സൈഡ് നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട്. നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട്. കുരുകളുടെ പാടുണ്ടെങ്കിൽ മോക്കുരു വന്ന അത് പോയ പാടുകള്, നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം, അങ്ങനെ കലകൾ വരുന്നത്, ഇതൊക്കെ മാറാനും നല്ല മുഖത്ത് ഒരു തിളക്കം കിട്ടാനും മുടിക്ക് നല്ലതാണ്. ഒരു സൈഡിലിട്ടിരിക്കുന്നത് മിട്ടാനും മിട്ടി, കപ്പളങ്ങയുടെ പൊടി ഇച്ചതും, ഫ്രഷ് പപ്പായയും കടലപ്പൊടി, പാലും കൂടെ മിക്സ് ചെയ്ത് നല്ല തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്. നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 10 മിനിറ്റ് ആയി. പിന്നെ കഴുകിയിട്ട് വരാം. നമ്മൾ മുഖത്ത് തേച്ചിട്ട് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം വന്ന് മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഇതേപോലെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ ഒരു ഫേസ് പാക്ക് ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന സമയമാണ്. വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഫുഡ് ബിസിനസ് എന്ത് തുടങ്ങാനും വലിയ മുതൽ മുടക്കൊന്നും വേണ്ട. നിങ്ങൾ നമുക്കൊരു മനസ്സിലായാൽ മതി അല്ലേ? അപ്പോൾ ഇനി ഇതുപോലെയുള്ള പുതിയ പ്രൊഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.